1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോൾ ഗാന്ധിജി കൽക്കത്തയിൽ ഭാരത വിഭജനത്തിൽ ദുഃഖിതനായി കഴിഞ്ഞു. പശ്ചിമ പാകിസ്ഥാനിൽ നിന്ന് നിരവധി ഹിന്ദുക്കളും സിഖുകാരും അഭയാർത്ഥികളായെത്തി. സ്വാതന്ത്ര്യ ആശംസകൾ. സെപ്റ്റംബർ 4 ഡൽഹിയിൽ വർഗീയലഹള ആരംഭിച്ചു. 1948 ജനുവരിയിലും ഇതേപോലെ ലഹള ഉണ്ടായി. സമാധാനത്തിനായി അദ്ദേഹം ഡൽഹിയിൽ ജനുവരി 13 നിരാഹാര സമരം ആരംഭിച്ചു. സമുദായ നേതാക്കളും ലഹളക്ക് നേതൃത്വം കൊടുത്തവരും ഒത്തുതീർപ്പിന് തയ്യാറായപ്പോൾ അദ്ദേഹം നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗാന്ധി വധത്തെ കുറിച്ചാണ് ഞാൻ കഥ പറയാൻ പോകുന്നത്. 1948 ജനുവരി 30 വെള്ളിയാഴ്ച വൈകുന്നേരം 5:17 ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ ഹിന്ദു മഹാസഭ പ്രവർത്തകനായ നാഥുറാം ഗോഡ്സെ എന്ന മദ്യപാതന്റെ വെടിയേറ്റ് അദ്ദേഹം മരണമടഞ്ഞു. ജനുവരി 31 ഗാന്ധിയുടെ ഭൗതിക ശരീരം രാജ്ഘട്ടിൽ സംസ്കരിച്ചു. രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചിച്ചു. നാഥുറാമിനെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തു വിചാരണ ചെയ്തു. 1949 നവംബർ 15 നാഥുറാം ഗോഡ്സെയെ തൂക്കിലേറ്റി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഗാന്ധിജി പഠിപ്പിച്ചു. നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി.